സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. ഇന്ന് നമുക്ക് കോക്കനട്ട് ക്രീം കേക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടുന്ന സാധനങ്ങൾ: 3 മുട്ട, പഞ്ചസാര 250 ഗ്രാം. ഇതൊന്ന് പൊടിച്ചു വയ്ക്കാം. കോക്കനട്ട് ക്രീം 1/4 കപ്പ്, വാനില എസൻസ് 1/2 ടീസ്പൂൺ, മൈദപ്പൊടി 250 ഗ്രാം, ഒരു നുള്ളു ഉപ്പ്, ഇത് എല്ലാവർക്കും വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന കേക്കാണ്. ഇതിലേക്ക് ഇനി ഒരു നുള്ളു ഉപ്പിട്ടു. ഒന്ന് ഇളക്കിയെടുക്കാം. ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഇതെല്ലാം ഒന്ന് ഇട്ട് ഇളക്കിയ ശേഷം മാറ്റി വയ്ക്കാം. ഗ്രാം വെണ്ണയും പഞ്ചസാര പൊടിച്ചതും ഇട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നല്ലതുപോലെ മയപ്പെടുത്തിയ ശേഷം ഇതിലേക്ക് ഓരോരോ മുട്ടയായി ഒഴിച്ചു കൊടുക്കാം. മുട്ട ഓരോന്നായി ഒഴിച്ച് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഈ കേക്ക് അങ്ങനെ ചെയ്താൽ സോഫ്റ്റ് ആയിരിക്കും. മുട്ട ഒന്നിച്ചൊഴിക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ ഓരോന്നായി ഒഴിക്കുന്നതാണ്. ഇത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് മൈദപ്പൊടിയും ബേക്കിംഗ് പൗഡറും കൂടി അരിച്ചു വെച്ചത് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കോക്കനട്ട് ക്രീമും കൂടി ഇട്ട് കൊടുക്കാം. ഇത് മാറി മാറി ഇട്ട് കൊടുക്കണം. ഒന്നിച്ച് ഇടരുത്. ഇങ്ങനെ പൊടിയും ക്രീമും 3-4 തവണയായി മാറി മാറി ഇടുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ എസൻസ് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കാം. ഇത് ബട്ടർ പേപ്പർ ഇട്ട് വെച്ച പാനിലേക്ക് ഒഴിച്ച് 180 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 10 മിനിറ്റ് നേരം ചൂടാക്കിയ ഓവനിൽ 30 മിനിറ്റ് നേരം വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം. അതിനു മുമ്പേ കേക്ക് വെന്തു എന്ന് തോന്നിക്കഴിഞ്ഞാൽ കുത്തി നോക്കി എടുക്കാവുന്നതാണ്. ഇത് റെഡിയായി. ഇത് ബട്ടർ പേപ്പർ മാറ്റി ഒരു പ്ലേറ്റിലേക്ക് മറിച്ച് വയ്ക്കാം. ഇത് നല്ലതുപോലെ തണുത്ത ശേഷം ഐസിങ് ചെയ്യാം.
വെണ്ണ 100 ഗ്രാം, ഐസിങ് ഷുഗർ 200 ഗ്രാം. ആദ്യം ഈ വെണ്ണയൊന്ന് നല്ലതുപോലെ മയപ്പെടുത്തിയെടുക്കാം. വെണ്ണ നല്ലതുപോലെ മയപ്പെടുത്തിയ ശേഷം ഇതിലേക്ക് ഐസിങ് ഷുഗർ ഇട്ട് കൊടുക്കാം. ഐസിങ് ഷുഗറിൽ തരികളുണ്ടെങ്കിൽ ഒന്ന് അരിച്ചു വേണം ഇട്ട് കൊടുക്കാൻ. ഇത് രണ്ടും കൂടി ഒന്ന് നല്ലതുപോലെ മയപ്പെടുത്തിയെടുക്കണം. കുറച്ചിട്ട് മയപ്പെടുത്തുന്നതാണ് നല്ലത്. ഇത് കോക്കനട്ട് ക്രീം ആയതുകൊണ്ട് നല്ല സ്വാദുള്ള കേക്കാണ്. വെണ്ണയും ഐസിങ് ഷുഗറും നല്ലതുപോലെ ചേർക്കണം. തരികൾ ഉണ്ടാകാൻ പാടില്ല. നല്ലതുപോലെ മയപ്പെടുത്തിയ ശേഷം ഒന്ന് ബീറ്റ് ചെയ്യാം. ഈ ചോക്ലേറ്റ് ഡബിൾ ബോയിലിംഗ് ചെയ്തെടുക്കാം. ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇതൊന്ന് ഉരുകി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കാം. പാൽ ഒഴിച്ചു കൊടുത്താൽ ഇത് വളരെ പെട്ടെന്ന് അലിഞ്ഞു വരും. ഇനി ഒരു പാക്കറ്റ് വിപ്പിംഗ് ക്രീം ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലതുപോലെ അടിച്ചെടുക്കാം. ഇത് ഇങ്ങനെ പിടിച്ചു നോക്കിയാൽ ഈ രൂപത്തിലായി കഴിഞ്ഞാൽ വിപ്പിംഗ് ക്രീം റെഡിയായി എന്നാണ് അർത്ഥം. ഇനി ഈ വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം. രണ്ടും കൂട്ടിച്ചേർത്ത് കേക്കിൻ്റെ മുകളിൽ കോരിയിട്ട് കൊടുക്കാം. ആദ്യം സ്പൂണ് കൊണ്ട് ചെറുതായി ഒന്ന് പരത്തിയെടുക്കാം. ഇത് കേക്കിൻ്റെ ചുറ്റുപാടും തേച്ച് കൊടുക്കാം. ഇനി കേക്ക് നിങ്ങളുടെ ഭാവനക്കനുസരിച്ച് ഡിസൈൻ ചെയ്ത് എടുക്കാവുന്നതാണ്.
ഇത് എളുപ്പത്തിൽ ഒരു ഡിസൈൻ ചെയ്ത് എടുക്കാം. ഇത് ശരിക്കും ക്ഷമയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. എനിക്കിപ്പോൾ സമയം രാത്രി 12 മണി ആവാനായി. അതുകൊണ്ട് ഞാൻ വേഗം ചെയ്തെടുക്കുകയാണ്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.